മലയാള സിനിമ കൊടിയ നഷ്ടത്തിൽ. ജനുവരിയിൽ ലാഭം ഒരു സിനിമയ്ക്ക് മാത്രം. താരങ്ങൾ കോടികളുമായി ഓടിപ്പോകുന്നു. വിദേശ റൈറ്റ്സിന് താരകുമാരന്മാർ നിർബന്ധം പിടിക്കുന്നു. OTT റൈറ്റ്സ് താരങ്ങൾ തന്നെ സ്വന്തമാക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് ആരാണ്? ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അഥവാ സിനിമയുടെ നിർമ്മാതാക്കൾ. നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സിനിമയ്ക്ക് പണം മുടക്കുന്നവർ. പണം മുടക്കുന്നവർ എന്നാൽ അവർ സംരംഭകരാണ്. നഷ്ടക്കച്ചവടത്തിന് പണം മുടക്കി എന്നാൽ അതിന്റെ അർത്ഥം ആ സംരംഭകത്വം മോശമാണ് എന്നല്ലാതെ മറ്റെന്താണ്? നോക്കിയും കണ്ടും പണം മുടക്കാൻ അറിയില്ല എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. താരങ്ങൾ പ്രതിഫലം കുറച്ചാൽ തീരുന്നതാണോ ഇപ്പോഴത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ? താരങ്ങൾ നിർമ്മാതാക്കളുടെ വീട് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണോ ഈ പ്രതിഫലം? കരാറുണ്ടാക്കുമ്പോൾ ഇത്ര രൂപയെ തരാൻ നിവർത്തിയുള്ളൂ, വന്ന് അഭിനയിക്കണമെന്ന് പറയാനുള്ള നെഞ്ചുറപ്പില്ലാത്തവരാണോ ഇവിടുത്തെ നിർമ്മാതാക്കൾ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. എന്തിനാണ് ഈ സിനിമാ സമരം? സിനിമ നിലനിൽക്കേണ്ടത് നിർമ്മാതാക്കളുടെ മാത്രം ആവശ്യമല്ല, താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂടി അനിവാര്യതയാണ്. ഈ മൂന്ന് കൂട്ടർക്ക് മാത്രമുള്ളതല്ല സിനിമ. സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നികുതി കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് ഈ സിനിമ ഗുണം ചെയ്യുന്നത് സമൂഹത്തിനാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 6 മണി വരെ നെഞ്ചു കലങ്ങി പണിയെടുക്കുന്ന മേസ്തിരിമാരും മെയ്ക്കാടന്മാരും റോഡ് പണിക്കാർ മുതൽ അതിലേറെ ജോലി ചെയ്യുന്ന ഓട്ടോയും ടാക്സിയും ഓടിക്കുന്നവർ വരെ, ബസ്സുകളിലെയും ലോറികളിലെയും ജീവനക്കാർ, ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലെ ഏക ആനന്ദമാണ് സിനിമ. ഇതിനൊക്കെ പുറമെ വിദ്യാർത്ഥികളിൽ 30% സിനിമ പതിവായി കാണുന്നവരാണ്. ഇവരാണ് ഈ സിനിമ വിജയിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. വിജയം തീരുമാനിക്കുന്നത് യൂട്യൂബ് വീഡിയോ എടുക്കുന്നവരാണെന്ന് പ്രചരിപ്പിച്ചാൽ അത് ശുദ്ധ നുണയാണ്. ഏതെങ്കിലും വർക്കിയുടെ അഭിപ്രായം കേട്ട് തിയേറ്ററിൽ പോകുന്നവരല്ല മേൽപ്പറഞ്ഞ വിഭാഗക്കാർ. സോഷ്യൽ മീഡിയയിൽ വിരാജിക്കുന്നതിൽ 20% പോലും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരല്ല. അവരൊക്കെ ഫോണിലെത്തുന്ന സിനിമ, അതുമല്ലെങ്കിൽ പരമാവധി വീട്ടിലെ TV-യിലെത്തുന്ന OTT പടങ്ങൾ എന്നിവ കാണുന്നവരാണ്. പകൽ മുഴുവൻ പണിയെടുക്കുന്നതിനാൽ ഫോൺ ഒരിക്കൽ പോലും നോക്കാത്തവരാണ് നേരത്തെ ഞാൻ പറഞ്ഞ വിഭാഗക്കാർ. അവർ കാണാൻ എത്തുന്നില്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുമുണ്ടാകും. 2 കാരണങ്ങൾ കൊണ്ടാണ് അടിസ്ഥാന വർഗം തിയേറ്ററിലേക്ക് വരാതിരിക്കുന്നത്. ഒന്ന്, ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും ഉറപ്പായി കാണുന്ന അവരെ നിങ്ങൾ ഇറക്കിയ സിനിമ ഒട്ടും ആകർഷിക്കുന്നില്ല എന്നുള്ളതാണ്. റിലീസ് ദിനത്തിലെ ആദ്യ സെക്കൻഡ് ഷോ തന്നെ കണ്ട് പിറ്റേന്ന് പണിസ്ഥലത്ത് കാര്യം അവതരിപ്പിക്കുന്നവരുണ്ട്. അതിന് പോകണ്ട എന്ന് അവർ പറഞ്ഞാൽ ആ സംഘത്തിലെ മറ്റൊരാളും പിന്നെ ആ വഴിക്ക് പോകില്ല. അടിസ്ഥാന വർഗത്തിന് മനസ്സിലാകാത്ത, അവരെ രോമാഞ്ചം കൊള്ളിക്കാത്ത ഒരു പടവും തിയേറ്ററിൽ ഓടില്ല. നിങ്ങൾ ഈ പറയുന്ന വലിയ ദാർശനികത അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. ഏതു സിനിമയിലും സംഭവമുണ്ടെങ്കിൽ അത് കോരിയെടുക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ് നമ്മുടെ അടിസ്ഥാന വർഗം. അവരെ ആനന്ദിപ്പിക്കുന്നില്ല എന്നതിനാൽ അതിനുള്ള സംഗതി ആ സിനിമയിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നല്ല പടമാണ്, പക്ഷെ ആളുകൾ കയറുന്നില്ല എന്നാണ് നമ്മുടെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. ആള് കയറിയില്ലെങ്കിൽ അതൊരു നല്ല സിനിമയല്ല എന്നു തന്നെ വേണ്ടി വിലയിരുത്താൻ. 100 കോടി ക്ലബ് എന്നത് തട്ടിപ്പാണെന്നും അങ്ങനെ 100 കോടി പിരിച്ച ഒരു സിനിമയും മലയാളത്തിലില്ലെന്നുമാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്നത്. 100 കോടിക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമല്ല. പണ്ട് 100ാം ദിവസം എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിരുന്ന പല സിനിമകളും ഇങ്ങനെയായിരുന്നു. 60 ദിവസം കഴിഞ്ഞാൽ പലതും നിർമ്മാതാവിന്റെ സ്വന്തം തിയേറ്ററിലോ അല്ലെങ്കിൽ ബന്ധുവിന്റെ തിയേറ്ററിലോ അടുപ്പക്കാരന്റെ തിയേറ്ററിലോ മോർണിംഗ് ഷോ എന്ന് ലിസ്റ്റ് ചെയ്തുണ്ടാക്കുന്നതിനായിരുന്നു 100 ദിനം. ആ ഷോയ്ക്ക് ആളുകൾ കയറുന്ന പതിവുണ്ടായിരുന്നുമില്ല. 100 കോടി പിരിക്കുന്ന സിനിമയുടെ 18 കോടി GST ആയി പോകും. 8.5 കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള എന്റർടൈൻമെന്റ് ടാക്സ് ആണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ വരുന്ന 73.5 കോടി രൂപയാണ്. അതിന്റെ പകുതി തിയേറ്ററുകൾക്ക് പോകും. വിതരണ ചെലവ് കൂടി കഴിഞ്ഞ് നിർമ്മാതാവിന്റെ കയ്യിലെത്തുന്നത് 35 കോടി രൂപയായിരിക്കും. മലയാളത്തിൽ ഒരു സിനിമ പോലും 100 കോടി എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം 35 കോടി രൂപയിൽ താഴെ മാത്രമാണ് നിർമ്മാതാവിന് കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ വസ്തുത മുന്നിലിരിക്കെ 40 കോടിക്കും 50 കോടിക്കും 100 കോടിയും ഒക്കെ സിനിമയ്ക്ക് മുടക്കുന്നത് എന്തിനാണ്? എമ്പുരാൻ എന്ന സിനിമയുടെ മുടക്ക് 141 കോടി രൂപയാണ്. ഈ തുക ആന്റണി പെരുമ്പാവൂർ തന്നെ പറഞ്ഞതാണെന്നാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. അതിൽ മോഹൻലാലിന്റെയോ സംവിധായകൻ പൃഥ്വിരാജിന്റെയോ വിഹിതം പോലും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയേറെ പണം മുടക്കിയ ശേഷം കേരളത്തിലെ തിയേറ്ററിൽ നിന്നും പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് എത്രയാണ്? 100 കോടി കിട്ടിയാൽ തന്നെ അതിന്റെ 35 കോടി മാത്രമേ കയ്യിലെത്തൂ.
OTTയും പാൻ ഇന്ത്യ റിലീസും ഒക്കെ വിജയിച്ചാൽ തന്നെ മറ്റൊരു 100 കോടി കിട്ടും. മലയാളത്തിൽ ഇറങ്ങി പാൻ ഇന്ത്യ വിജയിച്ച സിനിമകൾ തന്നെ ഇല്ല എന്ന് പറയാം. തമിഴ്നാട്ടിൽ നന്നായി ഓടിയ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഏക അപവാദം. അത് കൊടൈക്കനാലിലെ ഗുണ കേവ്സ് കൊണ്ടുവന്ന കാഴ്ചക്കാരാണ്. മലയാള സിനിമ പാൻ ഇന്ത്യ റിലീസ് ചെയ്താൽ അവിടെയുള്ള മലയാളികൾ കാണുമെന്നല്ലാതെ മറ്റാരും വരാറില്ല. അവരെയൊക്കെ തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ ബാഹുബലി, പുഷ്പ പോലുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മുടക്കുമുതലെങ്കിലും കിട്ടുക. ഒരു സിനിമയുടെ നിർമ്മാണം നടക്കുന്ന ദിവസങ്ങളിൽ 200 പേർക്കെങ്കിലും തൊഴിൽ നൽകുന്നു എന്ന സത്യം നമുക്ക് തൊഴുകയോടെ അംഗീകരിക്കാം. പക്ഷേ സിനിമ ഉൽപ്പന്നം എന്ന നിലയിലാണ് നിർമ്മിക്കുന്നത് എങ്കിൽ അതിന്റെ ലാഭക്ഷമത നോക്കേണ്ടത് ആരാണ്? അത് നിർമ്മാതാവാണ്. മുടക്കുമുതലിലും കുറഞ്ഞ വിലയ്ക്ക് ആരെങ്കിലും സോപ്പും ചീപ്പും വിൽക്കുമോ? അടൂർ ഗോപാലകൃഷ്ണനും G. അരവിന്ദനും ജോൺ എബ്രഹാമും ഒക്കെ നിർമ്മിച്ചിരുന്ന സിനിമകൾ തിയേറ്റർ വിജയം കാംക്ഷിച്ചിരുന്നില്ല. അതുപോലെ ഒരു തികഞ്ഞ കലാരൂപം എന്ന നിലയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിനുള്ള ചെലവ് സ്വന്തം പോക്കറ്റിൽ നിന്നും എടുക്കേണ്ടി വരും. തിരിച്ചു കിട്ടില്ല എന്ന ബോധ്യത്തോടെയാകും അത് ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ ജോൺ എബ്രഹാം ഒക്കെ ചെയ്തിരുന്നത് പോലെ ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് സിനിമ നിർമ്മിച്ച് അവ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാം. മലയാള സിനിമ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം തിയേറ്ററിൽ നിന്നും പണം എത്തുന്നില്ല എന്നതാണ്. പണം എത്തണമെങ്കിൽ ആളുകൾ കയറണം. ആളുകളുടെ കയ്യിൽ നയാ പൈസ നീക്കിയിരിപ്പില്ലാത്ത കാലമാണിത്. പിന്നെ സിനിമ പണ്ട് നാടകത്തിന് സംഭവിച്ച അതേ പശ്ചാത്തലത്തിലാണിപ്പോ. സിനിമ തിയേറ്ററിൽ പോയി കണ്ട് രസിക്കേണ്ടതില്ല എന്ന് കരുതുന്ന ബഹുഭൂരിപക്ഷം നമുക്ക് മുന്നിലുണ്ട്. നാടക അരങ്ങുകൾ അപ്രത്യക്ഷമായതും അങ്ങനെ തന്നെയാണ്. ഇത് വെർട്ടിക്കൽ വീഡിയോകളുടെ അഭിരുചി സമയമാണ്. ഫോൺ കുത്തനെ പിടിച്ചുള്ള ഷോർട്ട് വീഡിയോകൾ ഒന്നിനു പിറകെ ഒന്നായി 2-3 മണിക്കൂറൊക്കെ കാണുന്ന തലമുറകളുടെ കാലമാണിത്. അവർക്ക് വിസ്താര സിനിമകൾ അനിവാര്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ലോകമെങ്ങും നേരിടുന്ന ഈ പ്രതിസന്ധി അത് പരിഹരിക്കാൻ ജൂൺ 1 മുതൽ കേരളത്തിൽ സമരം നടത്തിയാൽ കൊണ്ട് സാധിക്കുമോ? സിനിമയ്ക്ക് ഇപ്പോൾ വേണ്ടത് കാലത്തിനനുസരിച്ച് മാറാൻ കെൽപ്പുള്ള ചിന്തകളാണ്. സിനിമ മാറിയേ തീരൂ എന്നാണ് ഇന്നത്തെ തലമുറ ഓർമ്മിപ്പിക്കുന്നത്. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.